Students, my dear children, we are starting our new class, part 5 class of our chapter 7, Resource Utilization and Sustainability. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ചാപ്റ്റർ 7 എന്ന് എഴുതിയിരിക്കുന്നത് ടീച്ചർ 7 എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. നിങ്ങൾക്കറിയാം, അത് ചാപ്റ്റർ 6 അല്ലേ? ചാപ്റ്റർ 6 സോറി, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. അതിൻ്റെ പാർട്ട് 5 ക്ലാസ്സാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. 1, 2, 3, 4 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ, സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇപ്പോൾ നടക്കുന്നത്, ലാസ്റ്റ് ക്ലാസ്. ഇന്നുകൊണ്ട് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മളാക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താണ് പഠിച്ചത്? വാട്ട് ഈസ് റിസോഴ്സ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ്, മിനറൽ റിസോഴ്സസ്, ദെൻ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് റിസോഴ്സസ്. അങ്ങനെ നമ്മൾ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഡീമെറിറ്റ്സ്, മെറിറ്റ്സ്. ഇൻഡസ്ട്രിയലൈസേഷന് ധാരാളം മെറിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് ഡീമെറിറ്റ്സ് ഉണ്ട്. The main demerit of industrialization is pollution. So today we are studying the different types of pollution. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. ഇനി പൊല്യൂഷൻ അല്ലാതെ മറ്റ് ചില ഡീമെറിറ്റ്സും ഉണ്ട്. റിസോഴ്സ് ഡിപ്ലീഷൻ, മൈഗ്രേഷൻ, ഇങ്ങനെ വീണ്ടും നമ്മുടെ ഡീമെറിറ്റ്സ് ഇന്ന് നീണ്ടു പോവുക അല്ലേ? ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഡീമെറിറ്റ് മാത്രമല്ല, ഒരു പ്രോബ്ലം മാത്രമല്ല. ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ ഫാക്ടറി സിസ്റ്റം അല്ലേ? 18th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ട് പയനിയറായിട്ട് വരുന്ന ഫാക്ടറി സിസ്റ്റം, വർക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് ഫാക്ടറികളിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ മെഷീൻ്റെ സഹായത്തോടെ നടത്തുന്നതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനാണ് അർബനൈസേഷനിലേക്കും റിസോഴ്സ് ഡിപ്ലീഷനിലേക്കും അതുപോലെ പൊല്യൂഷനിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കറിയാം, അത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കും. അതൊക്കെ കറക്റ്റാണ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഓക്കെ, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും, ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡെവലപ്പാകും. ഇതെല്ലാം അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റുകളാണ്. പോസിറ്റീവ് ആസ്പെക്റ്റുകൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഡെവലപ്ഡ് നേഷൻസ് എന്ന് പറയുന്ന അമേരിക്ക, യൂറോപ്യൻ നേഷൻസ്, ജപ്പാൻ, അതെല്ലാം ഡെവലപ്പായത് എന്താണ്? അതിൻ്റെയൊക്കെ ബേസ് ഇൻഡസ്ട്രിയലൈസേഷൻ. അവിടെയൊക്കെ ഇൻഡസ്ട്രീസ് വന്നതാണ്. നമുക്കറിയാം, അഗ്രികൾച്ചറൽ സിസ്റ്റത്തെ മാത്രം നമ്മൾ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് ഇന്നൊരു ഡെവലപ്ഡ് നേഷൻ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിലേക്ക് ഒരു രാജ്യത്തിന് എത്താൻ പറ്റുകയില്ല. അതിന് എന്ത് തന്നെ വേണം? ഇൻഡസ്ട്രിയലൈസേഷൻ തന്നെ വേണം. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് നല്ലതാണ്, ഗുഡാണ്. അതിന് മെറിറ്റ്സ് ഉണ്ട്, ധാരാളം മെറിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ് എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ദ നാഷണൽ ഇൻകം ഇൻക്രീസ്, ദ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ്, ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡെവലപ്പ്, then the income of the people develop, then എന്താണ് അങ്ങനെ നമുക്ക് ധാരാളം അത് urbanization increased, ഓക്കെ, പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. അങ്ങനെ നമുക്കതിൻ്റെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും, ധാരാളം കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? ഡീമെറിറ്റ്സ്. അതിലെ ഒന്നാമത്തേത് ഏതാണ്? പൊല്യൂഷൻ. നമുക്കതിലേക്ക് പോകാം. വിച്ച് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ? Air pollution, water pollution, soil pollution and noise pollution. These are the 4 type of pollution: air, water, soil, noise. എന്താണ് നോയിസ് പൊല്യൂഷൻ? നമ്മൾ സാധാരണ പറയാത്തതാണ്. നമുക്കറിയാം, ശബ്ദവും ഒരു മലിനീകരണമാണ്. ശബ്ദത്തെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ടൈം, അതിൻ്റെ ലെങ്ത് ഓഫ് ടൈം, നോയിസ് കേൾക്കുന്നതിൻ്റെ ലെങ്ത് കൂടിയാൽ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയാൽ നമുക്കത് പൊല്യൂഷനായിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ നോയിസ് അതും ഒരു പൊല്യൂഷനാണ്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രികളിൽ നിന്നും അല്ലേ? ഇൻഡസ്ട്രികളെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണല്ലോ ഈ ഒരു പ്രോബ്ലം പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം എല്ലാം ജനറലായിട്ടല്ല നമ്മൾ പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ കോസ്ഡ് ബൈ ഇൻഡസ്ട്രീസ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ കോസ്ഡ് ബൈ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രികൾ വരുന്നത് കൊണ്ടുണ്ടാകുന്ന
വിവിധ തരത്തിലുള്ള പൊല്യൂഷൻ ഏതൊക്കെയാണ്? എയർ പൊല്യൂഷൻ. എന്താണ് എയർ പൊല്യൂഷൻ? ദ സ്മോക്ക് എമിറ്റഡ് ഫ്രം ഇൻഡസ്ട്രീസ് വിച്ച് കണ്ടെയ്ൻ ടോക്സിക് ഗ്യാസസ് സച്ച് ആസ് സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് മീഥെയിൻ പൊല്യൂട്ട് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ 3-4 തരം ഗ്യാസിൻ്റെ പേര് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് അത് പഠിച്ചു വേണം നിങ്ങൾ എന്തെഴുതാൻ. എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനെ പറ്റി വെറുതെ ഇങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് ഏതൊക്കെ ഗ്യാസസ് ആണ് എയറിനെ പൊല്യൂട്ടഡ് ആക്കുന്നതെന്നുള്ളത് എഴുതണം. ഈ സ്മോക്ക് എന്ന് പറയുന്ന നമ്മൾ സ്മോക്ക് എന്ന് ജനറലായിട്ട് വിളിക്കുന്നത് എന്തൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് മീഥെയിൻ. ഇതിൽ ഏറ്റവും വിഷമെന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ളത് മീഥെയിൻ. അതുപോലെ കാർബൺ മോണോക്സൈഡ്, അത് വളരെ ടോക്സിക് ഗ്യാസാണ്. ടോക്സിക് ഗ്യാസ് എന്നുള്ളതിൻ്റെ മലയാളം എന്താണ്? വിഷവാതകങ്ങൾ, അല്ലേ? വിഷവാതകങ്ങൾ. ദ സ്മോക്ക് എമിറ്റഡ് ഫ്രം ഇൻഡസ്ട്രീസ് വിച്ച് കണ്ടെയ്ൻ ടോക്സിക് ഗ്യാസസ് സച്ച് ആസ് സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് മീഥെയിൻ pollute the atmosphere. Then the second is water pollution. Waste water discharged from the industries and toxins from chemical industries pollute rivers, lakes and other water bodies. So the rivers, the lakes and other water bodies, ponds etc. Polluted because of the emission of discharge of waste water. ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ഇതുപോലുള്ള വാട്ടർ ബോഡീസിലേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയും അതിനെ പൊല്യൂട്ടഡ് ആക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടോക്സിൻസ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രീസ്. ഏറ്റവും വലിയ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രികളുടെ ഒരു ടൈപ്പാണ് കെമിക്കലായിട്ടുള്ള ഇൻഡസ്ട്രീസ്. കെമിക്കൽ സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ഡിസ്ചാർജുകൾ ഉണ്ടാക്കുന്നു. അത് നമ്മുടെ റിവേഴ്സിനെ, ലേക്സിനെ, വാട്ടർ ബോഡീസിനെ പൊല്യൂട്ടഡ് ആക്കുന്നു. ഓക്കെ, അതാണ് water pollution. Then what is soil pollution? The waste and e-waste emitted from the industries after the alter the natural structure of the soil. നമുക്കറിയാം സോയിലിന് അതിൻ്റേതായ ഒരു നാച്ചുറലായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്, അല്ലേ? സോയിൽ നമുക്കറിയാം പ്യുവറായിട്ടുള്ള സോയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി മൈക്രോ ഓർഗൻസ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, അതിനൊത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ധാരാളം സൂക്ഷ്മജീവികളും ഗ്യാസും ന്യൂട്രിയൻസും ഒക്കെ ചേർന്നതാണ് യഥാർത്ഥത്തിലുള്ള നാച്ചുറൽ സോയിൽ. ഈ നാച്ചുറൽ സോയിലിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ തന്നെ ഓൾട്ടർ ചെയ്യാൻ, ഓൾട്ടർ അതിനെ മാറ്റിമറിക്കാൻ, അതിനെ വേസ്റ്റാക്കി മാറ്റാൻ ഏതിന് സാധിക്കും? സോയിൽ പൊല്യൂഷന് സാധിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഇൻഡസ്ട്രികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വേസ്റ്റുകളും വേസ്റ്റും. എന്താണ് വേസ്റ്റ്? ഇലക്ട്രോണിക് വേസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എല്ലാം എഴുതി ഒരു ഹൈഫൻ ഇട്ടാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇലക്ട്രോണിക് വേസ്റ്റ്. എന്താണ് ഈ ഇലക്ട്രോണിക് വേസ്റ്റ്? നമുക്കറിയാം ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് കേടായി കഴിയുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? എവിടേക്കെങ്കിലും ഡംപ് ചെയ്യും. അതവിടെ കിടന്ന് കുറേ കാലം കഴിയുമ്പോൾ അത് മണ്ണിലേക്കാകും. ഇത് മണ്ണിൽ ഒരിക്കലും എന്താകുന്നില്ല, ഡീക്കേ ആകുന്നില്ല. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം മണ്ണിൽ കിടന്ന് മണ്ണിനെ തന്നെ പൊല്യൂട്ടഡ് ആക്കി മാറ്റും. ഓക്കെ, വലിയൊരു വലിയൊരു പ്രോബ്ലം തന്നെയാണ് ഈ വേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറുകളും നമ്മുടെ വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും, ഈവൻ നമുക്കറിയാം നമ്മുടെ ഈ ബൾബും നമ്മുടെ ട്യൂബ് ലൈറ്റുകളും നമ്മൾ ഉപയോഗിക്കുന്ന ബൾബ്, ഇതൊക്കെ വലിയ വേസ്റ്റുകളാണ്. അപ്പോൾ ഈ വേസ്റ്റുകളാണ് നമ്മുടെ സോയിലിനെ പൊല്യൂട്ടഡ് ആക്കുന്നത്. ഓക്കെ, ദെൻ നോയ്സ് പൊല്യൂഷൻ. Excessive noise emitted from industries adversely affect the physical, mental health of the people and the surroundings. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ ചുറ്റും താമസിക്കുന്ന പീപ്പിളിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിനെയും മെൻ്റലായിട്ടുള്ള ഹെൽത്തിനെയും ഈ എക്സസീവ് നോയ്സ്, ഇൻഡസ്ട്രികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന എക്സസീവ് നോയ്സ്, അത് അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യും, അവരെ രോഗികളാക്കി മാറ്റും. ഓക്കെ, ഫിസിക്കലി മെൻ്റലി അവരുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ ഇൻഡസ്ട്രികളാണ് ഈ എല്ലാ തരത്തിലുള്ള പൊല്യൂഷൻസും ഉണ്ടാക്കുന്നത്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ആൻഡ് നോയ്സ് പൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇത് അതിൻ്റെ ഒരു പിക്ചർ, അല്ലേ? ഒരു പിക്ചർ തന്നിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എയർ പൊല്യൂഷൻ കാണാം. കണ്ടോ? ഇൻഡസ്ട്രികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്മോക്ക് നോക്കുക. കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും മീഥെയിനും സൾഫർ ഡയോക്സൈഡും ഒക്കെയാണ് നിങ്ങളീ കാണുന്ന സ്മോക്ക്. ദെൻ വെഹിക്കിൾസിൽ നിന്ന് പുറത്ത് വരുന്ന സ്മോക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട്.
ദെൻ ഈ വേസ്റ്റ് കാണിക്കുന്നുണ്ട്, വാട്ടർ പൊല്യൂഷൻ കാണിക്കുന്നുണ്ട്, സോയിൽ പൊല്യൂഷൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നോയ്സ് പൊല്യൂഷൻ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇൻഡസ്ട്രികളിൽ നിന്ന് ഈ സ്മോക്ക് വരുന്നത് പോലെ തന്നെ ലാർജ് ഇൻറ്റൻസിറ്റിയുള്ള സൗണ്ടും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് പൊല്യൂഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ അതിന് വേണ്ടി ഇട്ടിരിക്കുന്ന പിക്ചർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഈ പൊല്യൂഷൻ അല്ലാതെ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് മറ്റ് വല്ല പ്രോബ്ലവും ഉണ്ടോ? യെസ്, മറ്റു പ്രോബ്ലംസ് ഉണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വൺ ഓഫ് ദ പ്രോബ്ലം കോസ്ഡ് ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് പൊല്യൂഷൻ. വാട്ട് ആർ ദ അതർ പ്രോബ്ലംസ്? റിസോഴ്സ് ഡിപ്ലീഷൻ, regional inequality, migration, urbanization. These are the other problems caused by industrialization. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ എല്ലാ പ്രോബ്ലംസും എഴുതാൻ പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫസ്റ്റിലെ ഏത് ആഡ് ചെയ്യണം? പൊല്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് പൊല്യൂഷൻ, ദെൻ റിസോഴ്സ് ഡിപ്ലീഷൻ, റീജിയണൽ ഇനീക്വാളിറ്റി, മൈഗ്രേഷൻ, അർബനൈസേഷൻ. റിസോഴ്സ് ഡിപ്ലീഷൻ എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഈ റിസോഴ്സ് ഡിപ്ലീഷൻ? റീജിയണൽ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത് കൊണ്ട് ഇൻഡസ്ട്രീസ് ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നു, അവരുടെ ഇൻകം ഇൻക്രീസ് ആകുന്നു, അവരുടെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ആകുന്നു, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാകുന്നു, അതൊരു അർബൻ സെൻറ്ററായിട്ട് മാറുന്നു, അവിടെ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. എന്നാൽ ഈ ഇൻഡസ്ട്രികളൊന്നും ഇല്ലാത്ത ഏരിയകളെ അവിടെ എന്ത് സംഭവിക്കുന്നു? എംപ്ലോയ്മെൻ്റ് ഇല്ല, അവിടെ ഇൻകം കുറവാണ്, അവിടെ ഡെവലപ്മെൻ്റ് ഇല്ല, അവിടെ സ്റ്റാറ്റസ് കൂടുന്നില്ല, അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ഇൻഡസ്ട്രികൾ രണ്ട് തരം പ്രദേശങ്ങളെ ഉണ്ടാക്കുന്നു, രണ്ട് തരം റീജിയൻസിനെ സൃഷ്ടിക്കുന്നു. ഏതൊക്കെയാണ് ആ രണ്ട് തരം റീജിയൻസ്? ഡെവലപ്ഡ് ആയിട്ടുള്ള റീജിയൻസും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള റീജിയൻസും. ഇങ്ങനെ ഒരു റീജിയണൽ ഇന്നീക്വാളിറ്റി ഉണ്ടാകുന്നു. റീജിയണൽ ഇന്നീക്വാളിറ്റി. ഓക്കെ, ദെൻ മൈഗ്രേഷൻ, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അർബനൈസേഷൻ നിങ്ങൾക്കറിയാം, എവിടെ ഒരു ഇൻഡസ്ട്രി വരുന്നോ അവിടെ അർബനൈസേഷൻ നടക്കുന്നു, എർബൻ സിറ്റീസ് ഉണ്ടാകുന്നു. ആ എർബൻ സിറ്റീസിൻ്റെ എല്ലാ മെറിറ്റ്സും അവർക്ക് കിട്ടുന്നു, അതുപോലെ തന്നെ ഡീമെറിറ്റ്സും അവർക്ക് കിട്ടുന്നു. അർബനൈസേഷൻ ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലമാണ് അല്ലേ? ഡീമെറിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ പ്രോബ്ലമാണ്. പക്ഷേ അർബനൈസേഷനെ നമുക്കതിന് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അർബനൈസേഷൻ ഇവിടെ ഒരു പ്രോബ്ലമായിട്ടാണ് പറയുക. അതിന് പ്രോബ്ലംസ് ഉണ്ട്. നമുക്കറിയാം സ്ലംസും പൊല്യൂഷനും ഒക്കെ അതിൻ്റെ പ്രോബ്ലമാണ്. മൈഗ്രേഷൻ അത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. ഇവിടെ മൈഗ്രേഷനെ ഒരു പ്രോബ്ലമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മൈഗ്രേഷൻ ഇറ്റ്സ് എ പ്രോബ്ലം. ഒരു പ്രദേശത്തെ ആളുകളുടെ എണ്ണം തീരെ കുറഞ്ഞു പോകാൻ ഏത് കാരണമാകും? മൈഗ്രേഷൻ. നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. വാട്ട് ഈസ് റിസോഴ്സ് ഡിപ്ലീഷൻ? ഗീവ് എക്സാമ്പിൾ. Unscientific use of the resource is industries. Increased production leads to reduce in the amount of resources. Unscientific use of resources leads to reduce in the amount of resources. അൺസയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ആ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്താൽ, മൈൻ ചെയ്തെടുത്താൽ അത് എന്തിലേക്ക് കൊണ്ടുപോകുന്നു? റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സ്. റിസോഴ്സിൻ്റെ എമൗണ്ട് കുറയുന്നു. ഡിപ്ലീഷൻ മീൻസ് റിഡക്ഷൻ, റെഡ്യൂസ്. ദിസ് ഈസ് കോൾഡ് റിസോഴ്സ് ഡിപ്ലീഷൻ. ദെൻ അതിന് എക്സാമ്പിൾ ഡീഫോറസ്റ്റേഷൻ. നമ്മൾ ഫോറസ്റ്റ് പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, എക്സാമ്പിൾ ബാമ്പു ഒക്കെ നമ്മൾ കൂടുതൽ വെട്ടിയെടുത്താൽ ഫോറസ്റ്റ് എന്തായി മാറും? ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നു, ഫോറസ്റ്റുകൾ നശിക്കും. ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി. നമ്മൾ കൂടുതൽ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സോയിലിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഫെർട്ടിലിറ്റി കുറയുന്നു. ഡിപ്ലീഷൻ ഓഫ് വാട്ടർ. നമ്മൾ കോള കമ്പനിക്ക് വേണ്ടി ധാരാളം വാട്ടർ നമ്മൾ മൈൻ ചെയ്തെടുത്താൽ എന്ത് സംഭവിക്കുന്നു? വാട്ടർ കുറയുന്നു. ഡിപ്ലീഷൻ ഓഫ് വാട്ടർ. ഡിപ്ലീഷൻ ഓഫ് മിനറൽസ്. കോൾ മിനറൽസ് ആയിട്ട് ഉള്ളതും അല്ലെങ്കിൽ കോൾ, പെട്രോളിയം അതുപോലുള്ള മിനറൽസും മറ്റ് ഗോൾഡ്. നമുക്കറിയാം KGF നമ്മൾ പഠിച്ചതാണ്. മിനറൽ തീർന്നുപോയി, ഗോൾഡ് തീർന്നുപോയി. ഡിപ്ലീഷൻ ഓഫ് മിനറൽസ്. അപ്പോൾ അതെല്ലാം എക്സാമ്പിളാണ്. ഡീഫോറസ്റ്റേഷൻ, സോയിൽ ഫെർട്ടിലിറ്റി കുറയുന്നു, ഡിപ്ലീഷൻ ഓഫ് വാട്ടർ, ഡിപ്ലീഷൻ ഓഫ് മിനറൽസ്. All these are examples for resource depletion. Resource depletion means because of unscientific use of resources and the unscientific mining of resources, reduce in the amount of resource. Reduce. Okay. This is an example for the depletion of resources. ഇതൊരു മൈനാണ്. മൈൻ ചെയ്ത് ആ റിസോഴ്സ്, ഇതിപ്പോൾ ഒരു ഗോൾഡ് മൈനാണെന്ന് വിചാരിച്ചു, ആ ഗോൾഡ് അങ്ങ് കുറഞ്ഞു പോയി, റെഡ്യൂസ് ആയിപ്പോയി അതിൻ്റെ എമൗണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഈസ് മൈഗ്രേഷൻ? ഗീവ് റീസൺസ്. Migration is the permanent or temporary movement of people from one region to another. Migration എന്ന് പറയുന്നത് പെർമനൻ്റ് ഓർ ടെമ്പററി.
നമ്മളെപ്പോഴും വിചാരിക്കുന്ന മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ഒരാൾ ഒരു സ്ഥലം വിട്ട് പോകണമെന്നാണ്. അങ്ങനെയില്ല. പെർമനൻ്റ് ഓർ ടെമ്പററി ആയിട്ട് പോയാലും മതി. മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ഫോർ എക്സാമ്പിൾ ഇൻറ്റേർണൽ മൈഗ്രേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ. നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് നാടുകളിലേക്ക് ആളുകൾ പെർമനൻ്റ് ഓർ ടെമ്പററി മൂവ്മെൻറ്റ് നടത്തിയാൽ അതിനെ നമുക്ക് മൈഗ്രേഷൻ എന്ന് വിളിക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് യൂറോപ്പിലേക്കാണ്, അല്ലേ? ഗൾഫ് നാടുകളിലായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ നമ്മൾ കൂടുതലും അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്കാണ് ആളുകൾ പെർമനൻ്റ് ഓർ ടെമ്പററി ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? മൈഗ്രേഷൻ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം വിട്ട് യൂറോപ്പിലേക്ക് പോയാൽ അത് ഇൻ്റർനാഷണൽ മൈഗ്രേഷനാണ്. എന്നാൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് ഒരാൾ ഡൽഹിക്ക് പോയാലോ അത് ഇൻറ്റേർണൽ മൈഗ്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണലി മൈഗ്രേറ്റ് ആകുന്നു, ഇൻ്റർനാഷണലി മൈഗ്രേറ്റ് സംഭവിക്കുന്നു. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ, പെർമനൻ്റ് ഓർ ടെമ്പററി. ഓക്കെ, അതിൻ്റെ റീസൺ എന്തൊക്കെയാണ്? ഫോർ ബെറ്റർ ലിവിങ് കണ്ടീഷൻ, നല്ല ഒരു ജീവിതം കിട്ടാൻ വേണ്ടി. അമേരിക്കയ്ക്ക് നമ്മുടെ ആളുകൾ പോകുന്നത് എന്തിനാണ്? അമേരിക്കയിൽ ചെന്നാൽ നമുക്ക് ബെറ്റർ ലിവിങ് കണ്ടീഷൻ കിട്ടും. ഫോർ എംപ്ലോയ്മെൻറ്റ്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലേ? എംപ്ലോയ്മെൻ്റ് ഇല്ല. പഠിച്ച കുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുക, അവർക്ക് എംപ്ലോയ്മെൻ്റ് ഇല്ല. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഫോർ എംപ്ലോയ്മെൻറ്റ്. അവിടെ ചെന്നാൽ അവർക്കൊരു ജോലി കിട്ടും. ഓക്കെ, ഫോർ എംപ്ലോയ്മെൻറ്റ്. സോ ഫോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫോർ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് പീപ്പിൾ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പെർമനൻ്റ്ലി ഓർ ടെമ്പററി. ദാറ്റ് ഈസ് കോൾഡ് മൈഗ്രേഷൻ. അപ്പോൾ എല്ലാവർക്കും മൈഗ്രേഷൻ മനസ്സിലായല്ലോ. അത് ഇൻറ്റേർണലി സംഭവിക്കാം, ഇൻ്റർനാഷണലി സംഭവിക്കാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഈ നമ്മുടെ റിസോഴ്സസിനെ അത് ഡിപ്ലീറ്റ് ചെയ്ത് പോകാതെ നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് കൺസർവേഷൻ? അതിനെ സംരക്ഷിക്കാൻ പറ്റുമോ? കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്. യെസ്, നമുക്ക് നമ്മുടെ റിസോഴ്സസിനെ കൺസർവേഷൻ നടത്താം. എന്ത് ചെയ്താൽ മതി? നമ്മൾ കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട് അതിനെ ഉപയോഗിച്ചാൽ മതി. ഫോർ ദ സയൻറ്റിഫിക് യൂസ് ഓഫ് റിസോഴ്സസ് വി ക്യാൻ കൺസർവ് റിസോഴ്സസ്. അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. റിസോഴ്സസിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യം, അല്ലേ? നമുക്ക് മാത്രം റിസോഴ്സ് ഉപയോഗിച്ചാൽ പോരാ, ഇനിയും വരുന്ന ഫ്യൂച്ചർ ജനറേഷനും നമ്മുടെ റിസോഴ്സസ് വേണം. അതുകൊണ്ട് നമ്മുടെ റിസോഴ്സസിനെ നമ്മൾ കൺസർവ് ചെയ്യണം. അതിനെന്താണ് മെത്തേഡ്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്? എന്താണ് ഈ കൺസർവേഷൻ? അതിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എയിം എന്തൊക്കെയാണ്, അതിൻ്റെ ഗോൾ എന്തൊക്കെയാണ്. കൺസർവേഷൻ കൊണ്ട് നമുക്ക് കുറേ ഗോൾസ് ഉണ്ട്. കൺസർവ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ്? കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഷുറിങ് their availability by avoiding over exploitation through judicious use. നമ്മൾ നമ്മുടെ റിസോഴ്സസിനെ ജുഡീഷ്യസ്ലി യൂസ് ചെയ്യണം. എന്താണ് ജുഡീഷ്യസ് യൂസ്? നീതിപൂർവ്വം ഉപയോഗിക്കണം. നമ്മൾ വാട്ടർ, ഇപ്പം നമുക്കറിയാം, നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്നു, നമുക്കവിടെ വാട്ടർ ഉപയോഗിക്കാം. പക്ഷേ അതിനൊരു ജുഡീഷ്യസ് യൂസ് വേണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരാൾക്ക് വേണമെങ്കിൽ ടാപ്പ് തുറന്നിട്ട് ബക്കറ്റ് കണക്കിന് വെള്ളം പാഴാക്കിക്കൊണ്ട് അയാൾക്ക് ബ്രഷ് ചെയ്യാം. വേറൊരാൾക്ക് ബക്കറ്റിൽ പിടിച്ചു വെച്ച് ആവശ്യമുള്ള മാത്രം നമുക്ക് ഉപയോഗിക്കാം. ഇതിലേതാണ് ജുഡീഷ്യസ് യൂസ് എന്ന് പറയുന്നത്? ബക്കറ്റിൽ പിടിച്ചു വെച്ച് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് ജുഡീഷ്യസ് യൂസ്. ഓക്കെ, ടാപ്പ് തുറന്നിട്ടുകൊണ്ട് ധാരാളം വെള്ളം നഷ്ടപ്പെടുത്തി ഒരാൾ ബ്രഷ് ചെയ്യുന്നതാണ് അൺജുഡീഷ്യസ് യൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ റിസോഴ്സസിനെ ജുഡീഷ്യസ്ലി യൂസ് ചെയ്തുകൊണ്ട് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ, അതിനെ ആവശ്യത്തിലധികം എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി അതിനെ കൺസർവ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ഉപയോഗത്തെയാണ് നമ്മൾ എന്ത് പറയുക? കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്. കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഷുറിങ് ദെയർ അവൈലബിലിറ്റി ബൈ അവോയ്ഡിങ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ ജുഡീഷ്യസ് യൂസ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? കൺസർവ് റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. അടുത്ത തലമുറയാണ് നമ്മുടെ നോട്ടം, അല്ലേ? ഇപ്പം നമ്മൾ ഉപയോഗിച്ച് അതിനെയെല്ലാം തീർത്ത് കളഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും ഇല്ലാതെ പോകും. അപ്പം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൺസർവ് ചെയ്യുക. മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് മിനറൽസ് ഇമ്പാക്റ്റ് ഓൺ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ബീങ്സ്. നേച്ചറിനും ഹ്യൂമൻ ബീങ്സിനും ഇംബാലൻസ് ഉണ്ടാകാതെ ആ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മുടെ അതിൻ്റെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ മിനിമൈസ് ചെയ്യുകയും ചെയ്യുക. ഏതായാലും നമ്മുടെ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റിൽ കുറച്ച് ഇംബാലൻസ് ഉണ്ടാകും, കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാകും. ആ ഇമ്പാക്റ്റിനെ കഴിവതും മിനിമൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നേച്ചറിൻ്റെ, നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുക. മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് മിനിമൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് കൺസർവ് ദ റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. നമ്മുടെ മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അതാണ് കൺസർവേഷൻ.
അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ലിസ്റ്റ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് യു ക്യാൻ ഡു ടു കൺസേർവ് റിസോഴ്സസ്. റീസൈക്ലിംഗ് ഓഫ് റിസോഴ്സസ്. റീസൈക്കിൾ ചെയ്യുക, ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിനെ തന്നെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. റീസൈക്ലിംഗ്. എനർജി കൺസർവേഷൻ. നമുക്കറിയാം, നമ്മൾ ഉപയോഗത്തിലല്ലാത്തപ്പോൾ എനർജിയൊക്കെ ഓഫാക്കി വെക്കുക. എനർജി കൺസർവേഷൻ. വാട്ടർ കൺസർവേഷൻ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഒരു ബക്കറ്റ് കണക്കിന് വെള്ളം ചിലവാക്കാതെ കൺസർവ് ചെയ്ത് ഉപയോഗിക്കുക. ഫോറസ്റ്റ് കൺസർവേഷൻ. നമ്മുടെ ഫോറസ്റ്റിനെ നമ്മൾ കൺസർവ് ചെയ്യുക. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി. അത് സോളാർ എനർജി, വിൻഡ് എനർജി, അല്ലേ, അങ്ങനെയുള്ള ഒരിക്കലും തീർന്നു പോകാത്ത എനർജികളെ ഉപയോഗിക്കുക. നോൺ കൺവെൻഷണൽ എനർജീസിനെ ഉപയോഗിക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാ? നമ്മുടെ സോളാർ എനർജിയാണ്. ഒരിക്കലും തീർന്നു പോകത്തില്ല. സൂര്യൻ ഉള്ളിടത്തോളം കാലം നമുക്ക് സോളാർ എനർജി കിട്ടും. വിൻഡ് എനർജി ഉള്ളിടത്തോളം കാലം കിട്ടും. വേവ് എനർജി, അല്ലേ, സീ വേവ്സിൽ നിന്നുണ്ടാക്കുന്ന എനർജി എപ്പോഴും കിട്ടും. ദേ ആർ കോൾഡ് എ നോൺ കൺവെൻഷണൽ എനർജി. അത് ഉപയോഗിക്കുക. റെഡ്യൂസിങ് യൂസേജ്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ കൺസർവ് ചെയ്യണം. അപ്പോൾ എനർജി കൺസർവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് നമുക്കുണ്ട്. റീസൈക്കിൾ ചെയ്യാം, അതുപോലെ തന്നെ അതിനെ വാട്ടർ കൺസർവേഷൻ നടത്താം, എനർജി കൺസർവേഷൻ നടത്താം, ഫോറസ്റ്റ് കൺസർവേഷൻ നടത്താം, സോളാർ എനർജി, വിൻഡ് എനർജി ഒക്കെ പോലുള്ള നോൺ കൺവെൻഷണൽ എനർജി ഉപയോഗിക്കാം. ഇതിൻ്റെ യൂസേജ് നമുക്ക് കണ്ടമാനം കുറയ്ക്കാം. അപ്പോൾ നമ്മൾ വെറുതെ വണ്ടി എടുത്ത് കറങ്ങാനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യത്തിന് മാത്രം വണ്ടി എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ലാഭിക്കാം? നമ്മുടെ പെട്രോൾ ലാഭിക്കാം, ഡീസൽ ലാഭിക്കാം, പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കാം. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചോണേ. What are the activities you can do to conserve resources? Okay. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന എനർജി കണ്ടോ. വിൻഡ് എനർജി, സോളാർ എനർജി, വിൻഡ് എനർജി അവിടെ തന്നിട്ടുണ്ട്. നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന വേവ് എനർജി കാണിക്കുന്നുണ്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ, അതുപോലെ ക്രൂഡ് ഓയിലിനെ നമുക്ക് സംരക്ഷിക്കണം. വാട്ടർ റിസോഴ്സസിനെ കൺസർവ് ചെയ്യണം. ആനിമൽ റിസോഴ്സസിനെ കൺസർവ് ചെയ്യണം. മിനറൽസിനെ നമ്മൾ കഴിവതും യൂസേജ് കുറച്ച് അതിനെ കൺസർവ് ചെയ്യണം. ഇതെല്ലാം ഈ റിസോഴ്സ് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആക്ടിവിറ്റീസാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ അവരുടെ ഈ റിസോഴ്സ് യൂട്ടിലൈസേഷനെ തടസ്സം വരാത്ത രീതിയിൽ ഇന്നത്തെ നമ്മൾ, അതായത് പ്രസൻറ്റ് ജനറേഷൻ അതിനെ ഉപയോഗിക്കുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. മലയാളത്തിൽ ഇതിനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിനെ ജുഡീഷ്യസ്ലി ഉപയോഗിക്കുക. സസ്റ്റൈനബിളായിട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ റിസോഴ്സസിനെ നശിപ്പിക്കാതെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. വിത്തൗട്ട് the development without എന്താണ് നമുക്കവിടെ പറയാൻ പറ്റുന്നത്? വിത്തൗട്ട് ഡിമോളിഷിങ് അവർ എൻവയോൺമെൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കാതെ, ഡിമോളിഷ് ചെയ്യാതെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. ഡെവലപ്മെൻറ്റ് വേണം. ദാറ്റ് ഈസ് നെസസറി ഫോർ ഹ്യൂമൻ ബീങ്സ്. നമുക്ക് ഡെവലപ്മെൻറ്റ് വേണം. പക്ഷേ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ എന്തിനെ നശിപ്പിക്കാൻ പാടില്ല? അവർ എൻവയോൺമെൻറ്റ്, അവർ റിസോഴ്സസ്, ഓക്കെ, അവർ വാട്ടർ, എയർ, സോയിൽ. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അവരുടെ നീഡ്സിനെ കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ ഇന്നത്തെ ആളുകൾ അത് ഉപയോഗിക്കുക. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഏത് ഉപയോഗിക്കുക? റിസോഴ്സസ്. Economic growth can be achieved through a balance between the welfare of the environment and the standard of living of the people. Okay, recycling and reducing usages and reusing of resources are the ways to achieve sustainable development. അപ്പോൾ ഇങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അതാണ് 3R എന്നാണ് അതിന് പറയുക. 3R എന്തൊക്കെയാണ്? ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ 3 Rകൾ: റീസൈക്ലിംഗ്, റെഡ്യൂസിങ് ആൻഡ് റീയൂസിങ്. റീയൂസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. ഉപയോഗിച്ചതിനെ തന്നെ വീണ്ടും ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക. റീസൈക്ലിംഗ്. വാട്ടറൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. റെഡ്യൂസിങ് യൂസേജ് എന്താണ്? ഇതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. എന്താണ് റീയൂസിങ് റിസോഴ്സസ് എന്ന് പറയുന്നത്? ആ റിസോഴ്സസിനെ വീണ്ടും മറ്റൊരു രൂപത്തിൽ ഉപയോഗിക്കുക. ഓക്കെ. വാട്ടറൊക്കെയാണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്. റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എല്ലാം പറ്റും. അതുപോലെ തന്നെ ചില മിനറൽസ് ഒക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3R ആണ് എന്തിനുള്ള മാർഗം? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്.
ഓക്കെ, ആ 3 ആറുകൾ നമുക്കൊന്ന് കാണാം. റീയൂസ്, റെഡ്യൂസ് ആൻഡ് റീസൈക്കിൾ. ദീസ് ആർ ദ 3 R ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്.